രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യും അയാളുടെ സ്ത്രീ സുഹൃത്തുക്കളുമാണല്ലോ ഇപ്പോൾ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന പ്രധാന ചർച്ചാ വിഷയം. രാഹുലിനെ എങ്ങനെയെങ്കിലും രാഷ്ട്രീയത്തിൽ നിന്നും മാറ്റാനുള്ള തീവ്ര ശ്രമത്തിന്റെ ഭാഗമാണ് ഈ നടക്കുന്നതെന്ന് ഇനിയും ആർക്കെങ്കിലും മനസ്സിലായില്ലെങ്കിൽ ഞാൻ ചില കാര്യങ്ങൾ പറയാം. രാഹുൽ ഇപ്പോൾ കുടുങ്ങിയിരിക്കുന്ന കേസിലെ അതിജീവിതയുടെ മൊഴികൾ തന്നെ നമുക്ക് നോക്കാം. ഭർത്താവുമായി വിദേശത്ത് താമസിക്കുന്ന യുവതി രാഹുലുമായി അടുത്തതിന് ശേഷം ഹോട്ടലിൽ മുറിയെടുക്കുന്നു. ശേഷം രാഹുലിന്റെ പീഡനത്തിന് ഇരയാവുന്നു. അതിനുശേഷം അയാൾക്ക് വില കൂടിയ പാരിതോഷികങ്ങൾ നൽകുന്നു. ലൈംഗിക പീഡനം എന്ന് പറയുമ്പോൾ ഈ യുവതി എന്താണ് കരുതിയിരിക്കുന്നത്? ഇത് ഇനിയും മനസ്സിലായില്ല. ലോകത്ത് എവിടെയെങ്കിലും പീഡിപ്പിച്ച ആളിന് പാരിതോഷികം നൽകിയ ചരിത്രമുണ്ടോ? മാത്രമല്ല, സമീപകാലത്ത് രാഹുൽ ഇതേപോലുള്ള പല കേസുകളിലും കുടുങ്ങുകയുണ്ടായി. അപ്പോൾ പോലും ഇവർ മുന്നോട്ട് വരികയോ പരാതിപ്പെടുകയോ ഉണ്ടായില്ല എന്ന് മാത്രമല്ല, അവർ കാത്തിരുന്നു. അതും അബോർഷൻ ചെയ്ത ഭ്രൂണത്തിനെ DNA ടെസ്റ്റിന് വിധേയനാക്കാൻ പോകുന്ന പരുവത്തിൽ സൂക്ഷിച്ചുകൊണ്ട് തന്നെ. ഇതൊക്കെ തന്നെയാണ് ഒരു സ്ത്രീ ആയിരുന്നിട്ട് പോലും മാനസികമായി ഈ അതിജീവിതയുടെ കൂടെ നിൽക്കാൻ തോന്നാത്തതിൻ്റെ പ്രധാന കാരണം. ഇനിയിപ്പോൾ നേതാക്കന്മാരുടെ അടുത്ത നീക്കം രാഹുലിനെ MLA സ്ഥാനത്ത് നിന്നും അയോഗ്യനാക്കുക എന്നതാണ്. നിയമസഭാ എത്തിക്സ് കമ്മിറ്റിക്ക് മുൻപാകെയാണ് ഇത്തരം പരാതികൾ വരിക. സമിതിക്ക് ഒരംഗത്തെ അയോഗ്യനാക്കാനുള്ള അധികാരമില്ലെങ്കിലും നിയമസഭയ്ക്ക് മുൻപാകെ ശുപാർശ സമർപ്പിക്കാനാവും. പക്ഷേ എന്ത് തീരുമാനമെടുക്കുന്നതിനു മുൻപും ആരോപണ വിധേയന് വിശദീകരണത്തിന് അവസരം നൽകുകയും വേണം. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇടത് പാർട്ടിക്കുള്ളിൽ തന്നെ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത ഇനിയും വന്നിട്ടില്ല എന്ന് വേണം പറയാൻ. കാരണം ഇപ്പോൾ ഇങ്ങനെയൊരു നീക്കം തുടങ്ങിയാലും ഈ നിയമസഭ കഴിയാനിരിക്കെ നടപടി പൂർത്തിയാക്കാൻ സമയം തികയില്ല എന്ന് തന്നെയാണ് ഒരു കൂട്ടർ വാദിക്കുന്നത്. എന്നാൽ പൂർത്തിയാക്കാനായില്ലെങ്കിലും കാര്യങ്ങൾ തുടങ്ങി വെക്കാമെന്നുള്ള അഭിപ്രായം ചില നേതാക്കന്മാർക്കുണ്ട്. അതേസമയം സർക്കാർ ഈ നീക്കവുമായി മുന്നോട്ട് പോയാലും ഒരു കാരണവശാലും രാഹുലിനെ സംരക്ഷിക്കുന്ന നിലപാട് എടുക്കില്ല എന്ന് തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം ഇതിനോടകം തന്നെ പറയുന്നത്. അല്ലെങ്കിലും അതൊട്ട് പ്രതീക്ഷിക്കേണ്ട കാര്യമില്ലതാനും. രാഹുലിന്റെ വിഷയം ചർച്ചയായ അന്നു മുതൽ മുതിർന്ന നേതാക്കന്മാരായ VD സതീശനും രമേശ് ചെന്നിത്തലയും അദ്ദേഹത്തെ തള്ളിക്കളഞ്ഞിരുന്നു. എന്ത് നടപടിയെടുക്കാനും അപ്പോൾ തന്നെ പുറത്താക്കാനും ഒക്കെയുള്ള അനുവാദം നേതാക്കന്മാർ അന്ന് തന്നെ കൊടുത്തു കഴിഞ്ഞു എന്ന് സാരം. മാത്രമല്ല, ഇപ്പോഴത്തെ കണ്ടീഷനിൽ രാഹുൽ തികച്ചും പാർട്ടിക്ക് പുറത്തുള്ള ആൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ രാഹുലിനെ പിന്തുണച്ചാൽ അതൊരു തലവേദനയായി മാറുമെന്ന പൂർണ്ണ ബോധ്യം പാർട്ടിക്കുണ്ട് താനും. ഇങ്ങനെയൊക്കെയാണെങ്കിലും തികച്ചും രണ്ടുപേര് തമ്മിലുള്ള കേസ് മാത്രമായിരിക്കെ ഇത്തരം വിഷയത്തിൽ നിയമസഭാ തീരുമാനമെടുക്കുന്നതിലെ ഔചിത്യമില്ലായ്മ ഭരണപക്ഷത്ത് തന്നെ ഉയർന്നുമുണ്ട്. അതും രാഹുൽ ഇപ്പോഴും ആരോപണ വിധേയൻ മാത്രമാണ്. കുറ്റവാളിയായി കോടതി മുദ്ര കുത്തുന്നത് വരെയും അയാൾക്ക് സാധാരണ പൗരനുള്ള എല്ലാ അവകാശവുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അവസരത്തിൽ ഇങ്ങനെ ചെയ്യുന്നത് വളരെ മോശം സന്ദേശമാണ് ജനങ്ങൾക്ക് നൽകുന്നത്. എന്തൊക്കെ പറഞ്ഞാലും ഇപ്പോൾ MLA സ്ഥാനത്തിരിക്കുന്ന മുകേഷും മന്ത്രിസ്ഥാനം വഹിക്കുന്ന ഗണേഷ് കുമാറും എല്ലാം ഇപ്പോഴും യാതൊരു കുഴപ്പവുമില്ലാതെ സ്ഥാനത്തിരിക്കുന്നുണ്ട്. ഫലത്തിൽ അവരെല്ലാം ചെയ്ത തെറ്റ് തന്നെയാണ് രാഹുലും ചെയ്തിട്ടുള്ളത്. പ്രായപൂർത്തിയായ, എഡ്യൂക്കേറ്റഡ് ആയ, ശരിതെറ്റുകൾ മനസ്സിലാക്കാൻ കഴിയുന്ന ആളുകൾ തന്നെയാണ് രാഹുലിനെതിരെ തിരിഞ്ഞ ഈ 3 പേരും. ചെയ്യുന്നതിലെ എല്ലാ വശവും ചിന്തിക്കാൻ കഴിവുള്ളവർ. അതിൽ ഏറ്റവും നീചമായി തോന്നിയത് അവസാനത്തെ കേസാണ്. സ്വന്തം ഭ്രൂണത്തെ സുരക്ഷിതമായി സൂക്ഷിച്ചു വെച്ചതിലൂടെ വരും വരായികളെ കുറിച്ച് നല്ല ധാരണയുള്ള ആൾ തന്നെയാണ് എന്നുള്ളത് വ്യക്തമാണ്. ഒരുപക്ഷെ ഇതൊരു ഹണി ട്രാപ്പ് ആവാം. ചിലന്തി വല നെയ്യുന്നത് പോലെ ഓരോ വശത്തു നിന്നും ഉണ്ടാക്കിയെടുത്ത ട്രാപ്പ്. മനുഷ്യ സഹജമായ ചാബല്യങ്ങളുള്ള ഒരാളിനെ, ഭാവിയിൽ ആരൊക്കെയോ ആകേണ്ടിയിരുന്ന ഒരാളിനെ കുടുക്കാനെടുക്കുന്ന ഹണി ട്രാപ്പ്. എന്തായാലും നിങ്ങളിൽ പാപം ചെയ്യാത്തവരുണ്ടെങ്കിൽ മാത്രം കല്ലെറിയൂ.